സനു കെ സജീവ് തുടരുകയാണ്. സനു 3:30 സ്ഫോടനമുണ്ടായത്. പക്ഷേ അത്രത്തോളം ദുഷ്കരമായിരുന്നു അവിടേക്ക് രക്ഷാപ്രവർത്തകർക്ക് എത്തിച്ചേരാൻ. കാരണം പാടശേഖരമാണ്, അതിൻ്റെ മധ്യത്തിലാണ് ഇത്തരമൊരു സ്ഥലമുള്ളത്. അവിടെയാണ് ഈ വെടിക്കോപ്പുകൾ, ഈ സാമഗ്രികൾ നിർമ്മിക്കുന്ന ഒരു സ്ഥലം ഒരുക്കിയിരുന്നത്. ഇപ്പോൾ മണിക്കൂറുകൾ പിന്നിട്ടിരിക്കുകയാണ്. ആധുനിക സംവിധാനങ്ങളടക്കം ഉപയോഗിച്ചാണ് ഇപ്പോൾ ഈ തെരച്ചിൽ പരിശോധന തുടരുന്നത്, അല്ലേ? KP അങ്ങനെ തന്നെയാണ് പറയേണ്ടത്. കാരണം ഈ അപകടം നടന്ന മണിക്കൂറുകളോളം കാഴ്ചക്കാരായിട്ട് നോക്കി നിൽക്കേണ്ടി വന്നു നമ്മുടെ അധികൃതർക്ക് എന്നുള്ളത് ഏറെ വേദനാജനകമാണ്. കാരണം അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അത്രയ്ക്കും വലിയ സ്ഫോടനം നടന്നൊരു സ്ഥലം, തുടർച്ചയായിട്ടുള്ള പൊട്ടിത്തെറികൾ ഉണ്ടാക്കുന്ന സ്ഥലം, അവിടേക്ക് അവർക്ക് കടന്നു വരുന്നതിന് വേണ്ടി, വാഹനം കടന്നു വരുന്നതിന് വേണ്ടി സൗകര്യമില്ലാതിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ സൗകര്യമുണ്ടെങ്കിൽ തന്നെ അവിടേക്ക് വെള്ളമടക്കം എത്തിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ഫയർഫോഴ്സിന് വെള്ളം അവിടേക്ക് പമ്പ് ചെയ്യണമെങ്കിൽ പോലും ഈ ഒരു പൊട്ടിത്തെറി, തുടർച്ചയായിട്ടുള്ള പൊട്ടിത്തെറി അതിന് വലിയ വിഘാതം വരുത്തിയിരുന്നു. അതെല്ലാം തൃണവൽക്കരിച്ചുകൊണ്ടാണ് നമ്മുടെ സംവിധാനങ്ങൾ അവിടേക്ക് കടന്നു ചെല്ലുകയും മണിക്കൂറുകൾ നീണ്ട രക്ഷാപ്രവർത്തനത്തിലൊടുവിൽ ആ തീ നിയന്ത്രണ വിധേയമാക്കുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും KP ഇത് പറയുന്നതിന് മുമ്പ് നമ്മൾ രാവിലെ ഇവിടെ ഈ വെടിക്കെട്ട് പുരയിലേക്ക് റിപ്പോർട്ടിങ്ങിന് വേണ്ടി എത്തുമ്പോൾ നമ്മളെ സ്വീകരിച്ച പച്ചയായിട്ടുള്ള മനുഷ്യരുണ്ട്, നമുക്കൊപ്പം സംവദിച്ച ആ മനുഷ്യരുണ്ട്. അവരിൽ പലരും ഇന്ന് ജീവനോടെ ഇല്ല, നമുക്കൊപ്പം ഇല്ല എന്നുള്ളത് ഏറെ വേദനയുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. കാരണം 10-45 തൊഴിലാളികൾ ഒരേ സമയം ഇരുന്ന് തൊഴിൽ ചെയ്യുന്നു. അവരുടെ ജീവനോപാധിയായിരുന്നു, അവർ ഇതിലൂടെയായിരുന്നു അവരുടെ ജീവിതം കരുപിടിപ്പിച്ചിരുന്നത്. വർഷങ്ങളായിട്ട് അവർ ഈ ഒരു വെടിക്കെട്ടിന് വേണ്ടി, അല്ലെങ്കിൽ ഈ പതിവായിട്ട് പല സ്ഥലങ്ങളിലും ഇത്തരത്തിലുള്ള വെടിക്കെട്ടിന് വേണ്ടി, കമ്പക്കെട്ടിന് വേണ്ടി, അതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്ന, അല്ല അതിൽ മാത്രം പ്രവർത്തിച്ചിരുന്ന ആളുകളാണ്. ആ തൊഴിൽ മേഖലയിൽ തൊഴിൽ ചെയ്തിരുന്നവരാണ്, അതിൽ വൈദഗ്ധ്യമുള്ളവരാണ്. അവർ പണിയെടുത്തിരുന്ന ഒരു പ്രദേശത്താണ് ഇത്തരത്തിൽ ഒരു മാരീചനെ പോലെ ഈ ഒരു ദുരന്തം കടന്നു വരുന്നത്. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ പ്രദേശത്താണ് തിരുവമ്പാടിയുടെ വെടിക്കെട്ട് പുര സ്ഥിതി ചെയ്തിരുന്നത്. അവിടെ ഇപ്പോൾ നമുക്ക് ആകെ കാണാനുള്ളത് വിജനമായിട്ടുള്ളൊരു പ്രദേശം മാത്രം. ഇപ്പം ഈ ഉദ്യോഗസ്ഥർ സ്ഥാപിച്ചിട്ടുള്ള ഒരു വെട്ടം മാത്രമാണ്, ഒരു വെളിച്ചം മാത്രമാണ് അവിടെയുള്ളത്. ഇന്നലെ ഇതേ സമയത്ത് വലിയ സന്തോഷത്തോടു കൂടി അവിടെ ഈ വെടിക്കെട്ടിന് വേണ്ടിയിട്ടുള്ള നിർമ്മാണ തൊഴിലിൽ ഏർപ്പെട്ടിരുന്ന നിരവധി തൊഴിലാളികൾ ഉണ്ടായിരുന്ന സ്ഥലമാണ്. അവിടെ ഇപ്പോൾ ഒരു തീഗോളം വിഴുങ്ങിയതിന് ശേഷമുള്ള മിച്ചമുള്ള ഭാഗങ്ങൾ മാത്രമാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്ന. വലിയ വൻമരങ്ങൾ അടക്കമുണ്ടായിരുന്നു. ആ വൻമരങ്ങളെല്ലാം ഈ ഒരു അഗ്നിഗോളങ്ങൾ വിഴുങ്ങിയ നിലയിലാണ്. നമ്മൾ രാവിലെ വരുമ്പോൾ നിരവധി വെടിക്കെട്ട് പുരകളുണ്ടായിരുന്നു, അതൊന്നും ഇപ്പോൾ കാണാനില്ല. വെറും ചാരം മാത്രം അവിടെ അവശേഷിക്കുന്നു. എന്തായാലും 45ഓളം തൊഴിലാളികൾ തൊഴിൽ ചെയ്തിരുന്നു. ഒപ്പം തന്നെ നമുക്ക് ഏറ്റവും ആശങ്കപ്പെടുത്തുന്ന കാര്യം, ഇപ്പോൾ 13 പേരുടെ മരണമാണ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഈ 45 പേരിൽ ഏതാനും ചിലർ മാത്രമാണ് അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടിട്ടുള്ളത്. ബാക്കിയുള്ളവർ എവിടെയെന്നുള്ളൊരു ചോദ്യവും ആശങ്കയോടെ ഉണ്ട്. മാത്രമല്ല, തിരുവമ്പാടി ദേവസ്വത്തിൽ നിന്ന് ഭക്ഷണവുമായിട്ട് വന്ന 5 ഉദ്യോഗസ്ഥരുണ്ട്. അവരെവിടെ എന്നുള്ള ചോദ്യത്തിനും ഇതുവരെ നമുക്ക് ഉത്തരം കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അവരെല്ലാം സുരക്ഷിത സ്ഥാനത്തുണ്ടാവുമെന്ന് നമ്മൾ കരുതുന്നു. അവർ സുരക്ഷിതരായി തന്നെ നമ്മൾക്കിടയിൽ തന്നെ ഉണ്ടാവണമേ എന്ന് നമ്മൾ ഈ നിമിഷവും പ്രാർത്ഥിക്കുകയാണ്. എന്തായാലും ഇപ്പോൾ നമുക്ക് അത് മാത്രമല്ല, ഈ വെടിക്കെട്ട് പുരയുടെ സമീപത്തിരുന്നിരുന്ന നിരവധി ഇരുചക്ര വാഹനങ്ങളടക്കം കത്തി നശിച്ചിട്ടുണ്ട്. അത് എന്തിനു വന്നവരാണ്, അവിടെ എവിടേക്ക് വന്നവരാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇനിയും അന്വേഷണത്തിൽ കണ്ടെത്തേണ്ടതുണ്ട്. എന്തായാലും ഇന്ന് ഈ ഉച്ചയ്ക്ക് ശേഷമാണ് ഈ ഒരു ദുരന്തമുണ്ടായിട്ടുള്ളത്. എങ്ങനെയാണ് ഈ ദുരന്തമുണ്ടായത് എന്നുള്ള കാര്യമൊക്കെ ഇനിയും അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തേണ്ടതുണ്ട്. മാത്രമല്ല, ഈ വെടിക്കെട്ട് പുര സ്ഥിതി ചെയ്യുന്നത് മുണ്ടത്തിക്കോടുള്ള ഈ ഒരു പാടത്തിൻ്റെ നടുക്കാണ്. ഒരു 3.5 ഏക്കറോളം വിസ്തൃതി വരുന്ന ഒരു പ്രദേശത്താണ് ഈ വെടിക്കെട്ട് പുര സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വാഹനങ്ങൾക്കടക്കം, വലിയ വാഹനങ്ങൾക്കടക്കം വളരെ വേഗത്തിൽ ഇവിടേക്ക് എത്തിപ്പെടുന്നതിന് വലിയ ബുദ്ധിമുട്ട്, സാങ്കേതിക തടസ്സങ്ങളൊക്കെ ഉണ്ട്. പാടശേഖരമാണ്, പാടശേഖരത്തോടുകൂടി പ്രത്യേകം വഴി വെട്ടിയാണ് ഈ ഫയർഫോഴ്സ് അടക്കം ഇവിടേക്ക് കടന്നു വന്ന് രക്ഷാപ്രവർത്തനം നടത്തിയതെന്നുള്ളതാണ് ഏറെ നമ്മൾ നോക്കിക്കാണേണ്ട കാര്യം. എന്തായാലും ഈ വെടിക്കെട്ട് പുരയിൽ 45ഓളം തൊഴിലാളികൾ പണിയെടുത്തിരുന്നു. 45 ഉച്ചഭക്ഷണത്തിന് വേണ്ടി 45ഓളം പൊതിച്ചോറുകൾ തിരുവമ്പാടി ദേവസ്വത്തിൽ നിന്ന് എത്തിച്ചിരുന്നു എന്നാണ് അവസാനമായി നമുക്കറിയാൻ സാധിച്ചിട്ടുള്ളത്. എന്തായാലും ഇവിടെ ഉണ്ടായിരുന്നവർ എവിടെ, ബാക്കിയുള്ളവർ എവിടെ എന്നുള്ളൊരു ചോദ്യമുണ്ട്. മണിക്കൂറുകൾ നിന്ന് കത്തുകയായിരുന്നു, 2.5-3 മണിക്കൂറോളം നിന്ന് കത്തുകയായിരുന്നു. അത് നോക്കി നിൽക്കേണ്ട നിലയിലേക്ക് നമ്മുടെ സംവിധാനങ്ങൾ മാറുന്നു. അവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. അവിടേക്ക് അടുക്കാൻ പോലും സാധിക്കാത്ത നിലയിൽ വലിയ തീഗോളം വാനിലേക്ക് ഉയർന്ന് പറക്കുകയായിരുന്നു. ഒപ്പം തന്നെ തുടർച്ചയായിട്ടുള്ള സ്ഫോടനങ്ങൾ ഉണ്ടായ സ്ഥലമാണ്. മനുഷ്യ ശരീരങ്ങൾ നമ്മൾ നിൽക്കുന്ന മുന്നിലേക്ക് പോലും പൊട്ടിത്തെറിക്കൊപ്പം വന്ന് വീഴുന്ന കാഴ്ച പോലും നമ്മൾ കാണേണ്ടി വന്നു. എന്തായാലും
അല്പം മണിക്കൂറുകൾക്ക് മുമ്പ് നമ്മളോട് സംവദിച്ച നമ്മൾക്ക് മുന്നിൽ നിന്ന പച്ചയായ മനുഷ്യരാണ് അങ്ങനെ ഈ ഒരു വെടിക്കെട്ട് പുരയിലുണ്ടായിട്ടുള്ള ഈ ഒരു പൊട്ടിത്തെറിയിൽ അവരുടെ ജീവിതം അവസാനിച്ചത്. എന്തായാലും ഈ സുരക്ഷാ പരിശോധനകൾ അല്ലെങ്കിൽ ഈ രക്ഷാപ്രവർത്തനം ഇപ്പോഴും തുടരുകയാണ്. ഇതിന് സമീപത്തുള്ള കുളങ്ങളിലടക്കം അവർ പരിശോധിച്ചിരുന്നു. അവിടെയൊന്നും മറ്റ് സംഭവങ്ങളൊന്നും അല്ലെങ്കിൽ മൃതദേഹാവശിഷ്ടങ്ങളൊന്നും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഇനിയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വരും ദിവസങ്ങളിൽ ഈ പരിശോധനയിലൂടെ ഇതിൽ എന്താ വീഴ്ചയുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങളിൽ അധികൃതർ പരിശോധനയ്ക്ക് ഉത്തരവിട്ടിട്ടുണ്ട്. അതിലൂടെ വേണം കൂടുതൽ കാര്യങ്ങൾ വെളിവാകാനുള്ളത്. യെസ്, ഏതായാലും പരിശോധന ആ ഒരു സംഭവ സ്ഥലത്ത് തുടരുക തന്നെയാണ്. മുണ്ടത്തിക്കോട് നിന്നും സുരേഷ്, പരിക്കേറ്റ ആളുകളുടെ വിശദാംശങ്ങൾ, പേരുവിവരങ്ങൾ ഒക്കെ തന്നെ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. നിലവിലെ കണക്കനുസരിച്ച് അല്ലെങ്കിൽ ഏറ്റവും പുതിയ വിവരം അനുസരിച്ച് 10 പേർ നിലവിൽ തൃശ്ശൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ അതീവ ഗുരുതര നിലയിൽ കഴിയുന്നുണ്ട്. ICUവിലാണ് ഉള്ളത്. ബേൺ ICUവിലാണ് ഈ 10 പേരും ഉള്ളത്. 3 പേർ അതീവ ഗുരുതരാവസ്ഥയിൽ വെന്റിലേറ്ററിലും തുടരുന്നുണ്ടെന്നാണ് ഏറ്റവും പുതിയ വിവരം അനുസരിച്ച് പുറത്തു വരുന്ന കണക്ക്. 13 പേരാണ് മൊത്തത്തിൽ തൃശ്ശൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ളത്. അതിലാണ് ഈ 10 പേർ അതീവ ഗുരുതര അവസ്ഥയിൽ തുടരുന്നത്. 8 പേരുടെ മൃതശരീരമാണ് തിരിച്ചറിഞ്ഞിട്ടുള്ളത്. കാരണം നേരത്തെ ഈ ശരീരാവശിഷ്ടങ്ങൾ പലതായിട്ട് ലഭിച്ചിരുന്നു. അതിൽ മൃതദേഹമായിട്ട് ലഭിച്ചിട്ടുള്ളത് 7 പേരുടെ ആയിരുന്നു. ഇപ്പോഴത്തെ ലഭിച്ചിട്ടുള്ള സ്ഥിരീകരണം അനുസരിച്ച് 8 പേരുടെ 8 മൃതശരീരങ്ങൾ തിരിച്ചറിയാൻ സാധിച്ചിട്ടുണ്ട്. ബാക്കി DNA ഫോറൻസിക് പരിശോധനയിലൂടെ മാത്രമേ വ്യക്തത വരികയുള്ളൂ. ഇപ്പോൾ മന്ത്രി പ്രതികരിക്കും. ഞങ്ങളിപ്പോൾ അങ്ങേറ്റം ദുഃഖകരമായ സംഭവമാണ്. നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ 7 പേരുടെ മരണമാണ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഇത് കൂടാതെ 9 ശരീരഭാഗങ്ങൾ ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട്. നേരത്തെ 7 ശരീരഭാഗങ്ങളായിരുന്നു, ഇപ്പോൾ 9 ശരീരഭാഗങ്ങളാണ് ലഭിച്ചിട്ടുള്ളത്. അത് 9 പേരുടേതാണോ അതോ ഒരാളുടെ തന്നെ പല ഭാഗങ്ങളാണോ എന്നുള്ളതെല്ലാം DNA പരിശോധനയ്ക്ക് ശേഷം മാത്രമേ ഉറപ്പാക്കാൻ കഴിയുകയുള്ളൂ. 5 പേരാണ് നേരത്തെ അറിയാവുന്നതുപോലെ അതീവ ഗുരുതരാവസ്ഥയിൽ ഇപ്പോൾ ICU യൂണിറ്റിനകത്തുള്ളത്. മറ്റുള്ളവരും ചികിത്സയുടെ ഭാഗമായിട്ടുണ്ട്. ഇപ്പോൾ അതിനകത്ത് കയറിയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു പ്രായമുള്ള സ്ത്രീയെ, തൊഴിലാളിയായ സ്ത്രീയെ ഞാൻ കാണുകയുണ്ടായി. അപ്പോൾ അവർ പറയുന്ന 4 സ്ത്രീകളാണ് ഉണ്ടായിരുന്നത്. ഒരാൾ ഭക്ഷണം കഴിച്ചിട്ട് പോയി. ബാക്കി 3 പേരാണ്. അതിൽ ഇവരാണ് ഇപ്പോൾ നേരിൽ കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇവിടെ നമ്മുടെ ബേൺസ് യൂണിറ്റ് പൂർണ്ണമായി സജ്ജമാണ്. ഈ വിവരം അറിഞ്ഞുടൻ തന്നെ മെഡിക്കൽ കോളേജിൽ ആവശ്യമായ എല്ലാ ക്രമീകരണങ്ങളും ഇവിടെ ഏർപ്പെടുത്തി കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാ ചികിത്സാ സൗകര്യങ്ങളും ലഭ്യമാണ്. മറ്റു കാര്യങ്ങളും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ചീഫ് സെക്രട്ടറി ഏകോപിപ്പിക്കുന്നുണ്ട്. ആരോഗ്യമന്ത്രിയും ഇങ്ങോട്ട് എത്തിച്ചേരുകയാണ്. എല്ലാ തരത്തിലും ചികിത്സയ്ക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. മറ്റു രൂപത്തിലുള്ള ക്രമീകരണങ്ങളും ഏർപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങൾ ആരോഗ്യമന്ത്രി കൂടി വന്നതിന് ശേഷം ഒരു യോഗം ചേരാൻ പോകുന്നുണ്ട്. പക്ഷേ പ്രാഥമികമായി ചർച്ച നടത്തിയപ്പോൾ ഇവിടുത്തെ യൂണിറ്റ് നല്ല സജ്ജമാണ്. പ്ലാസ്റ്റിക് സർജന്മാരുണ്ട്, ആവശ്യത്തിന് സർജന്മാരുണ്ട്, PG സ്റ്റുഡൻസ് ഉണ്ട്. യൂണിറ്റും നല്ല രീതിയിൽ തന്നെ സജ്ജമായിട്ടുള്ള യൂണിറ്റാണ്. ആവശ്യത്തിനിപ്പോൾ കോട്ടയം അതുപോലെ പാലക്കാട് 2 സ്ഥലത്ത് നിന്ന് ആളുകൾ വരാൻ തീരുമാനിച്ചത്. തിരുവനന്തപുരത്തു നിന്നും ആവശ്യമാണെങ്കിൽ മാൻ പവർ വരണമെന്ന് കണ്ടിട്ടുണ്ട്. ഇവിടെ സംസാരിച്ചിടത്തോളം നമ്മുടെ തൃശ്ശൂർ മെഡിക്കൽ കോളേജിലെ യൂണിറ്റ് വേണ്ടത്ര സജ്ജമാണ്. എല്ലാവരും വളരെ നേരത്തെ സംഭവം എന്തോ നടന്നു എന്നറിഞ്ഞുടൻ തന്നെ മെഡിക്കൽ കോളേജിൽ അധികൃതർ ആവശ്യമായിട്ട് ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി. അതിൽ പ്രത്യേകത അനസ്തീഷ്യ വിദഗ്ധർ ഉൾപ്പെടെയുള്ള എല്ലാ ഡോക്ടർമാരും വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ ആശുപത്രിയിൽ സജ്ജമായി. സാധ്യമാകുന്ന എല്ലാ തരത്തിലുള്ള ക്രമീകരണങ്ങളും ഇപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ട്. നല്ല രീതിയിൽ ചികിത്സയാണ് നടക്കുന്നത്. കളക്ടർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരും ഇവിടെ തന്നെയുണ്ട്. ആവശ്യമായിട്ടുള്ള മറ്റു കാര്യങ്ങൾ പിന്നീട് ചർച്ച ചെയ്യും. നാളെ മന്ത്രിസഭ പ്രത്യേകം ചേർന്ന് മറ്റു കാര്യങ്ങൾ പരിശോധിക്കുന്നു. അതിനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. ഇപ്പോൾ ശരീരഭാഗങ്ങൾ രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് കൂടി വന്നതിന് ശേഷം DNA പരിശോധന ആവശ്യമായിട്ട് വരും. DNA പരിശോധനയുടെ ഫലം വന്നു കഴിഞ്ഞാൽ മാത്രമാണ് മറ്റു കാര്യങ്ങൾ നമുക്ക് അറിയാൻ കഴിയുകയുള്ളൂ. അവർ നാളെ തന്നെ എത്തും. രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ടാണ് അതിൻ്റെ പരിശോധന നടത്തുന്നതാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. അത് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഈ 9 ഭാഗങ്ങൾ 9 പേരാണോ അതോ ഒരാളുടെ തന്നെ പല ഭാഗങ്ങളുണ്ടോ, നേരത്തെ മരണപ്പെട്ട ആരുടെയെങ്കിലും
നാം നേരത്തെ കണ്ട 7 തിരിച്ചറിയപ്പെട്ട ആരെങ്കിലും ശരീരഭാഗങ്ങളാണോ, ഇതെല്ലാം അതിനുശേഷം മാത്രമേ അറിയാൻ കഴിയുകയുള്ളൂ. സാധ്യമാകുന്ന എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും ഇപ്പോൾ ഇവിടെ ഒരുക്കി കഴിഞ്ഞിട്ടുണ്ട്. ഈ മരിച്ച 8 പേരെന്ന് പറഞ്ഞാൽ 8 പേരെയും തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? അവരുടെ പേര് വിവരങ്ങളും മറ്റും അതിപ്പോൾ എല്ലാം ഔദ്യോഗികമായി തന്നെ അറിയിക്കുന്നതായിരിക്കും. ഇപ്പോൾ അത്തരം കാര്യങ്ങളെല്ലാം തന്നെ ഒഫീഷ്യലായിട്ട് തന്നെ ലഭ്യമായ വിവരങ്ങൾ നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും. എത്ര പേരുണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ ഞാൻ സംസാരിച്ച പ്രായമായ സ്ത്രീ പറഞ്ഞത്, ഞാൻ കുമാറുണ്ട്, 40 പേരുണ്ടായിരുന്നു. 40 പേർക്ക് ഭക്ഷണം ഉണ്ടായിരുന്നു. അതിൽ കുറച്ച് പേര് ഭക്ഷണം കഴിച്ചിട്ട് വീടുകളിലേക്ക് പോയിട്ടുണ്ട്. ഇപ്പോൾ ഇവർ തന്നെ പറഞ്ഞതനുസരിച്ച് ഇപ്പോൾ 4 സ്ത്രീകളിൽ ഒരാൾ ഭക്ഷണം കഴിച്ച് വീട്ടിലേക്ക് പോയി. പിന്നെ ഇവരുൾപ്പെടെ 3 സ്ത്രീകളാണ് ഉള്ളത്. അവർക്ക് ഓടിയപ്പ് വീണിട്ടുള്ള കാലിനുള്ള പരിക്കാണുള്ളത്. അപ്പോൾ 40 പേരിൽ എത്ര പേർ അതിനുശേഷം വീട്ടിലേക്ക് പോയിട്ടുണ്ട്, അത്തരം കാര്യങ്ങളെല്ലാം നമുക്ക് ഇവരുടെ ഒരു മാനസിക നില കൂടി പെട്ടെന്ന് ഷോക്കായിരിക്കുമല്ലോ. അതിനുശേഷം ശാന്തമായി സംസാരിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് അത്തരം വിവരങ്ങൾ നമുക്ക് ലഭ്യമാകും. കണക്കുകളിൽ ഒരു അവ്യക്തത ഉണ്ടെന്നുള്ളതാണ്. സ്വാഭാവികമായിട്ട് ഈ ഘട്ടത്തിൽ നമുക്ക് അങ്ങനെ രജിസ്റ്റർ ചെയ്ത് അങ്ങനെ ഉള്ളൊരു ഫാക്ടറി സംവിധാനം അല്ലല്ലോ. പിന്നെ ഇപ്പോൾ 40 പേര് തന്നെ അവർ പറയുന്നു ഉച്ചയ്ക്ക് ഭക്ഷണം 40 പേർക്കാണ് കൊടുത്തിട്ടുള്ളത്. 40 പേരിൽ ഭക്ഷണം കഴിച്ചതിന് ശേഷം കുറച്ച് ആളുകൾ വീടുകളിലേക്ക് തിരിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ അതിൽ ഈ പറയുന്ന ആളുകൾ ഇപ്പോഴത്തെ പ്രത്യേക അവസ്ഥയിലാണല്ലോ പറയുന്നത്. അപ്പോൾ അതെല്ലാം കുറച്ചുകൂടി കഴിഞ്ഞാലാണ് നമുക്ക് വ്യക്തത വരുള്ളൂ. എന്തായാലും വലിയ ഒരു ദുരന്തമാണ് ഇപ്പോൾ ഇതിൻ്റെ ഭാഗമായി സംഭവിച്ചിട്ടുള്ളത്. സാധ്യമാകുന്ന എല്ലാ കാര്യങ്ങളും ഗവൺമെൻറ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ അതിലേക്ക് കിടക്കുന്നത്, ഇപ്പോൾ നമ്മൾ അടിയന്തരമായി അതെല്ലാം ഇത്തരം ഘട്ടങ്ങളിൽ അതിനും എല്ലാം ഒരു ഇളവുകൾ ഉണ്ടാവുമല്ലോ. നമ്മളിപ്പോൾ അടിയന്തരമായി എല്ലാവരും ശ്രദ്ധിക്കുന്നത് പരിക്ക് പറ്റിയ ആളുകൾ, പ്രത്യേകിച്ചും ബേൺസൊക്കെ ആകുമ്പോൾ പൊള്ളലിൻ്റെ കുറച്ച് പ്രശ്നങ്ങളുണ്ടാവും, ഗൗരവമായ പ്രശ്നങ്ങളായിരിക്കും. പരമാവധി അവരെ തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമം നടത്തുക, മറ്റു കാര്യത്തിലുള്ള ദുരിതാശ്വാസ പ്രവർത്തനം ഏകോപിപ്പിക്കുക, അതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മറ്റു കാര്യങ്ങളെല്ലാം തന്നെ വിശദമായി തന്നെ പിന്നീട് ചർച്ച ചെയ്യും.